എല്ലാവർക്കും പൊന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പിന്നൽ മസാല. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്താണെന്നല്ലേ? നമുക്കതാ നേരെ ഒട്ടും സമയം കളയാണ്ട് ആ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. മൈദ ആവശ്യത്തിന്, ചിക്കൻ മസാല, എള്ള്, ഉപ്പ്, കാശ്മീരി ചില്ലി. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ആവശ്യത്തിന് മൈദ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിയുടെ ആ കുഴയ്ക്കുന്ന പാകത്തിന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസായ മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കാശ്മീരി ചില്ലി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യണം. നമ്മുടെ പിന്നൽ മസാലയ്ക്കുള്ള മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റാക്കി നമ്മൾ എടുക്കണം. കണ്ടില്ലേ, കണ്ടോ. ഇനി ഇത് നമ്മൾ ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ ഒട്ടാണ്ടിരിക്കാൻ കുറച്ച് എണ്ണയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലോണം ഇത് കണ്ടോ, ബോളായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കണ്ടോ, അങ്ങനെ സോഫ്റ്റ് ആവണം. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഇച്ചിരി മാവ് ഇതിലേക്ക് തൂകിയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. ഞാനിപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. കണ്ടില്ലേ, ആവശ്യത്തിന് പരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാ ബോളുകളും എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. നമുക്ക് 3 റിബണായിട്ടാണ് വേണ്ടത്. അപ്പം 3 കഷ്ണം നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ 3 പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പിന്നിയെടുക്കാം. ആദ്യം ഈ 3 മേൽഭാഗം കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. നമുക്ക് ഈ ലാസ്റ്റ് പോർഷനും അതേപോലെ തന്നെ ഒട്ടിച്ച് വയ്ക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ പിന്നിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതുപോലെ പിന്നി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുടി പിന്നുന്ന പോലെ തന്നെ നമ്മൾ പിന്നി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കണം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നിങ്ങൾ എല്ലാവരും ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ റിവ്യൂ കമന്റിൽ ഇടണം. ഇന്നത്തെ എൻ്റെ റെസിപ്പിയും എൻ്റെ ഈ കുഞ്ഞു ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്കായി ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്റെ വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായി അവിടെ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.